വെൽക്കം ടു V2PS യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്ക് ഇന്ത്യയിലെ മണ്ണിനങ്ങളെക്കുറിച്ച് പഠിക്കാം. മണ്ണിനെക്കുറിച്ചുള്ള പഠനശാഖയാണ് പീഡോളജി. ഇനി ഇന്ത്യയിലെ വിവിധ തരം മണ്ണുകൾ നോക്കാം. ആദ്യത്തേത് എക്കൽ മണ്ണ്, അലൂവിയൽ സോയിൽ. നദീതടങ്ങളിലും തീരപ്രദേശങ്ങളിലും ഡെൽറ്റ പ്രദേശങ്ങളിലുമാണ് ഈ എക്കൽ മണ്ണ് കാണപ്പെടുന്നത്. ഫലഭൂയിഷ്ഠമായ മണ്ണാണ് എക്കൽ മണ്ണ്. ഇന്ത്യയിൽ ഇത് വ്യാപകമായി കാണപ്പെടുന്നു. ഈ മണ്ണ് കൃഷിക്ക് വളരെ അനുയോജ്യമായതാണ്. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര നദീതടങ്ങളിലും ഉപദ്വീപീയ പീഠഭൂമിയുടെ തീരദേശങ്ങളിലും എക്കൽ മണ്ണ് കാണപ്പെടുന്നു. അടുത്തത് ചെമ്മണ്ണ്, റെഡ് സോയിൽ. ഇത്തരം മണ്ണിന് ചുവപ്പ് നിറം ലഭിക്കുന്നത് ഇരുമ്പിൻ്റെ ഓക്സൈഡ് കൊണ്ടാണ്. എക്കൽ മണ്ണിൽ പൊട്ടാസ്യത്തിൻ്റെ അളവ് കൂടുതലായി കാണപ്പെടുന്നു. മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ഒറീസ, തമിഴ്നാട്, കർണാടകം എന്നിവിടങ്ങളിൽ ഈ ചെമ്മണ്ണ് ധാരാളമായി കാണപ്പെടുന്നു. അടുത്തത് ചെങ്കൽ മണ്ണ്, ലാറ്ററൈറ്റ് സോയിൽ. മൺസൂൺ കാലാവസ്ഥയ്ക്ക് അനുസരണമായി രൂപപ്പെടുന്ന ഒരു മണ്ണിനമാണ് ചെങ്കൽ മണ്ണ്. മരച്ചീനി, കശുമാവ് എന്നിവയ്ക്ക് അനുയോജ്യമായ മണ്ണാണിത്. കേരളം, തമിഴ്നാട്, ഗോവ, കർണാടക എന്നീ സ്ഥലങ്ങളിൽ ഈ ചെങ്കൽ മണ്ണ് വ്യാപകമായി കാണപ്പെടുന്നു. അടുത്തത് മരുഭൂമിയിലെ മണ്ണ്, ഡെസേർട്ട് സോയിൽ. ജലാംശം കുറഞ്ഞ മണ്ണാണ് ഈ ഡെസേർട്ട് സോയിൽ. സസ്യജാലങ്ങൾക്ക് ഈ മണ്ണ് അനുകൂലമല്ല. രാജസ്ഥാനിലെ ഥാർ മരുഭൂമിയിലും ഗുജറാത്തിലും പഞ്ചാബിലും ഹരിയാനയിലുമാണ് ഇത്തരം മണ്ണ് കാണപ്പെടുന്നത്. അടുത്തത് പർവ്വത മണ്ണ്, ഡെസേർട്ട് സോയിൽ. പർവ്വത മേഖലയിൽ കാണുന്ന ഒരു തരം മണ്ണിനമാണ് പർവ്വത മണ്ണ്. ജൈവസമൃദ്ധമായ ഇത്തരം മണ്ണ് വനങ്ങൾക്ക് സഹായകമാണ്. തേയില, കാപ്പി, റബ്ബർ തുടങ്ങിയ തോട്ടവിളകൾക്ക് ഈ മണ്ണ് സഹായകമാണ്. ഹിമാലയത്തിൻ്റെ ചില ഭാഗങ്ങളിലും ഉത്തരാഖണ്ഡ്, അസം, തമിഴ്നാട്, കേരള, കർണാടക എന്നിവിടങ്ങളിലും പർവ്വത മണ്ണ് പ്രധാനമായും കാണപ്പെടുന്നു. അടുത്തത് കരിമണ്ണ്, ബ്ലാക്ക് കോട്ടൺ സോയിൽ. കരിമണ്ണ് അഗ്നിപർവ്വതജന്യമായ ബസാൾട്ട് ശിലകൾ പൊടിഞ്ഞുണ്ടാകുന്നതാണ്. മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ഗുജറാത്ത്, ആന്ധ്രാപ്രദേശ്, തമിഴ്നാടിൻ്റെ ചില ഭാഗങ്ങൾ എന്നിവിടങ്ങളിൽ ഈ കരിമണ്ണ് കണ്ടുവരുന്നു. പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണായതുകൊണ്ട് കരിമണ്ണിനെ കറുത്ത പരുത്തി മണ്ണ് എന്ന് കൂടി വിളിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട മണ്ണിനങ്ങൾ. അപ്പോൾ ഞാനിവിടെ ഒരു മാപ്പ് കൊടുക്കാം. അപ്പോൾ അതിൽ താഴെ കോളത്തിൽ പറഞ്ഞിട്ടുണ്ട് ഏതെല്ലാം മണ്ണിനങ്ങൾ ഏതെല്ലാം സംസ്ഥാനത്തിലാണ് കാണുന്നതെന്ന് ചിത്രത്തിലൂടെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത് SCERT ടെക്സ്റ്റ് ബുക്കിൽ ഒരു ചാപ്റ്ററിൽ ഉള്ളതാണ് ഈ പിക്ചർ. അതൊന്ന് എല്ലാവരും നോക്കി വെക്കാം.